ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റേഴ്സിൻ്റെ പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററിയിലെ കുറച്ച് ഏരിയയാണ്. ബ്രിട്ടീഷ് അധിനിവേശം ഇന്ത്യയിൽ എന്നുള്ള ഒരു ഏരിയയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിൽ പല ആൾക്കാർക്കും ഇപ്പോൾ ഹിസ്റ്ററി എന്താ പറയുക, ആർട്സ് വിഷയങ്ങളിൽ പശ്ചാത്തലമില്ലാത്ത ആൾക്കാർ, ഇപ്പോൾ സയൻസ് വിഷയങ്ങളിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്ന് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ തന്നെയായിരിക്കും ഈ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഏരിയ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു വർഷങ്ങളിലെ പ്രധാനമായിട്ട് ഈ വർഷങ്ങൾ ഓർത്തു വെക്കുക, പിന്നീട് ഈ ഒരു പ്രദേശങ്ങളുടെ ചക്രവർത്തിമാരെ ഓർത്തു വെക്കുക, അവരുടെ ആ ഒരു സീരീസ്, ഏതൊക്കെ കാലഘട്ടങ്ങളിലെ ഏതൊക്കെ ആൾക്കാരാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു സംഗതി കുറച്ചൊരു ഫണ്ണി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കഥ പോലെ ഓർത്തു വെക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പമായിരിക്കും. എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പറയുമ്പോൾ ഇതിനെ പരമാവധി നിങ്ങൾക്കൊരു സിംപ്ലിഫൈ ചെയ്ത് ഒന്ന് വളരെ ഒരു കോമൺ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു തരാം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ യൂറോപ്പിലെ ഒരു 15-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ ഒരു അവസ്ഥയാണ്. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാലയളവായിരുന്നു 15-ാം നൂറ്റാണ്ട്. യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരുപാട് നാഴികക്കല്ല് എന്ന് പറയാവുന്ന കുറേ കാര്യങ്ങൾ സംഭവിച്ച ഒരു നൂറ്റാണ്ടായിരുന്നു 15-ാം നൂറ്റാണ്ട്. 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ പുതിയ ഒരു വ്യാപാര ഉറവിടം കണ്ടെത്തുന്നതിനും അവിടുത്തെ യൂറോപ്പിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ ഒന്ന് വികസിപ്പിക്കുന്നതിനും, പിന്നെ ഇതിനൊക്കെ പുറമെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രിസ്തു മതത്തിൻ്റെ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് പുതിയ സഞ്ചാരപാതകളും കോളനികളും വിപുലപ്പെടുത്തേണ്ടത് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായി തീർന്നു. അവരുടെ അന്നുണ്ടായിരുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക്, അന്ന് ആ ഒരു കാലയളവിൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥയും ആയുധങ്ങളും ഒക്കെ കയ്യിലുണ്ടായിരുന്ന ഒരു ഭൂഖണ്ഡമായിരുന്നു യൂറോപ്യൻ ഭൂഖണ്ഡം. അവിടുത്തെ യൂറോപ്യൻ ശക്തികൾ എന്ന് പറഞ്ഞാൽ ധാരാളം സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളായിരുന്നു. പക്ഷേ തങ്ങളുടെ വ്യാപാരം കൂടുതൽ വികസിപ്പിക്കുന്നതിൻ്റെ ആവശ്യം, ക്രിസ്ത്യാനിറ്റിയെ കൂടുതൽ മതപ്രചാരണം കൂടുതൽ നടത്തേണ്ടതിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് പുതിയ സഞ്ചാരികളും പുതിയ സഞ്ചാര പാതകളും കോളനികളും ഒക്കെ വിപുലപ്പെടുത്തേണ്ടത് അത്യാവശ്യമായി തീർന്നു. അപ്പോൾ കോളനികൾ പറയുമ്പോൾ നമ്മളിവിടെ കൊളോണിയലിസത്തിനെ പറ്റി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഒരു മേൽക്കൈയുള്ളവൻ്റെ കീഴാളനായിട്ട് ഒരു വർത്തിക്കേണ്ടതിൻ്റെ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കൊളോണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു ഇന്ത്യ. എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ഒക്കെ ലഭിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു. അത് ആളുടെ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള രൂപങ്ങളിലായിരുന്നുവെങ്കിലും, അല്ല എന്നുണ്ടെങ്കിൽ ആളുകളുടെ രൂപത്തിലായിരുന്നു. ഇപ്പോൾ ലോകമഹായുദ്ധങ്ങളിൽ തന്നെ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ തന്നെ നമ്മൾ അതിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടൻ ഇന്ത്യയുടെ കോളനി ആയതുകൊണ്ട് ഇന്ത്യക്കാരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പണിയെടുക്കാനായിട്ട് കഴിയും. കാരണം സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും ഒക്കെ ധാരാളം മേൽക്കൈയുള്ള ഒരു നാടായിരുന്നു ബ്രിട്ടൻ. അപ്പോൾ ബ്രിട്ടൻ്റെ കോളനി ഒരിക്കലും ഇന്ത്യക്ക് തിരിച്ചു നിൽക്കാനുള്ള ഒരു ത്രാണി ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു ഇന്ത്യ. അപ്പോൾ നമുക്ക് പറയാമായിരുന്നു ബ്രിട്ടൻ്റെ ഒരു കോളനി ആയിരുന്നു ഇന്ത്യ. അങ്ങനെ വ്യാപാര ആവശ്യങ്ങൾക്കായിട്ട്, പ്രത്യേകിച്ചും സ്വർണം, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്കൊക്കെ കയറ്റുമതി ചെയ്യാനായിട്ട് ഒക്കെ വേണ്ടിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നിരന്തരമായ ഒരു ഇന്ത്യയിലേക്ക് ഒരു പാത കണ്ടെത്തുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതിൽ വിജയിച്ചത് പക്ഷേ പോർച്ചുഗീസ് നാവികനായിരുന്ന വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നു. ഈ വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘത്തിൽ അദ്ദേഹത്തിൻ്റെ അനിയനായിരുന്ന പൗലോ ഡി ഗാമ കൂടി ഉണ്ടായിരുന്നു. അവർ 3 കപ്പലുകളിലായിട്ടായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ വ്യാപാര ആവശ്യത്തിനായി പ്രത്യേകിച്ചും സ്വർണം, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ ധാരാളം ലഭിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ എന്ന് എങ്ങനെ യൂറോപ്യന്മാർ അറിഞ്ഞു?
അത് അറിയുന്നതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. അത് മുൻകാലങ്ങളിൽ ധാരാളം യൂറോപ്യന്മാർ, സഞ്ചാരികളായിട്ടുള്ള യൂറോപ്യന്മാർ, അവർ വ്യാപാരത്തിനൊന്നും വേണ്ടിയല്ല ഈ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന മാർക്കോ പോളോ തുടങ്ങിയ ആൾക്കാർ ഒക്കെ ഇവിടെ ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്നു, വെനീഷ്യൻ സഞ്ചാരികൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ രചനകളിൽ നിന്നും ഇന്ത്യയെ പറ്റി വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം അവർ തങ്ങളുടെ രചനകളിൽ ഉണ്ടായിരുന്നു, തങ്ങളുടെ കൃതികളിൽ അവരിങ്ങനെ എഴുതി വെച്ചിട്ടായിരുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെയേറെ ഹെവൻലി, ഒരു സ്വർഗീയമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഇന്ത്യ. രത്നങ്ങളാലും പവിഴങ്ങളാലും മറ്റ് സ്വർണം തുടങ്ങിയ വില കൂടിയ ലോഹങ്ങളും കുരുമുളക് പോലുള്ള ധാരാളം സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ വളരെയേറെ ധാരാളം ലഭിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇന്ത്യ എന്ന് തങ്ങളുടെ രചനകളിൽ അവർ കുറിച്ചിട്ടിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രലോഭിതരായിട്ടുള്ള യൂറോപ്യൻ ശക്തികൾ എങ്ങനെയെങ്കിലും ഏത് വിധേനയും ഇന്ത്യയിൽ എത്തിച്ചേരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പുതിയ പുതിയ യൂറോപ്യൻ രാജ്യങ്ങൾ പുതിയ പുതിയ പാതകൾ തേടി ഇറങ്ങാനായിട്ട് തുടങ്ങി. ആദ്യമേ തന്നെ ഈ വാസ്കോ ഡ ഗാമ എത്തുന്നതിന് മുന്നേ തന്നെ ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യനായിരുന്നു ക്രിസ്റ്റഫർ കൊളംബസ്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ സമുദ്രയാത്ര നടത്തി അവസാനം ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നു. പക്ഷേ അന്ന് എത്തിച്ചേർന്നത് അമേരിക്കയിലായിരുന്നു. ഇദ്ദേഹം ഇന്ത്യയിലാണ് താൻ എത്തിച്ചേർന്ന ഒരു കരപ്രദേശം കണ്ടപ്പോൾ അത് ഇന്ത്യ തന്നെ എന്ന് അവിടുത്തെ ആ നാട്ടുകാരെയൊക്കെ കണ്ടപ്പോൾ ഇത് ഇന്ത്യ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ ഇന്ത്യൻസ് എന്ന് വിളിച്ചു. പക്ഷേ ഇവർ കാലക്രമേണ റെഡ് ഇന്ത്യൻസ് ആയിട്ട് മാറി. ഈ റെഡ് ഇന്ത്യൻ എന്ന ഒരു പേരിലേക്ക് മാറി. പക്ഷേ അന്ന് ഇത് കണ്ടെത്തിയ ആ ഒരു പ്രദേശം ഇന്ത്യ അല്ലായിരുന്നു, അത് അമേരിക്ക ആയിരുന്നു എന്നുള്ളത് പിന്നീട് ചരിത്രം തെളിയിച്ചൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്രിസ്റ്റഫർ കൊളംബസ് അങ്ങനെ ഒരു പ്രദേശം കണ്ടെത്തുന്നതിൽ വളരെ പരാജിതനായ ഒരു ആളായിരുന്നു. അതിനുശേഷം യൂറോപ്യൻ ശക്തികൾ പുതിയ വഴികൾ എങ്ങനെ ഇന്ത്യയിൽ എത്താമെന്നുള്ളതിനെ പറ്റി പുതിയ വഴികളെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ പോർച്ചുഗൽ നാവികൻ, അതിൽ വിജയിച്ച രാജ്യമായിരുന്നു ഈ പോർച്ചുഗീസ് നാവികനായിരുന്ന വാസ്കോ ഡ ഗാമ 1498 തൻ്റെ സംഘത്തോടൊപ്പം 3 കപ്പലുകൾ അടങ്ങുന്ന തൻ്റെ സംഘത്തോടൊപ്പം ഇന്ത്യയിൽ എത്തിച്ചേരുകയും ഇന്ത്യയിൽ തങ്ങളുടെ വ്യാപാര ആവശ്യങ്ങൾക്ക് അവിടെ തുടക്കമിടുകയും ചെയ്തു. ഇന്ത്യയിൽ എത്തിയതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ എത്തി എന്ന് അറിഞ്ഞ് തിരികെ യൂറോപ്യൻ ശക്തികളെ അറിയിച്ചതിനെ തുടർന്ന് വാസ്കോയ്ക്ക് യൂറോപ്പിൽ എത്തിയപ്പോൾ വളരെ രാജകീയമായിട്ടുള്ള ഒരു സ്വീകരണമൊക്കെ ആയിരുന്നു അവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും പോർച്ചുഗൽ ഒരുക്കി വെച്ചിരുന്നത്. കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്തായിരുന്നു 1498 വാസ്കോ ഡ ഗാമ തൻ്റെ സംഘത്തോടൊപ്പം വന്ന് കപ്പലിറങ്ങിയത്. 3 കപ്പലുകളിലായിട്ടായിരുന്നു വാസ്കോ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഈ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പലിൻ്റെ പേരായിരുന്നു സാവോ ഗബ്രിയേൽ. മറ്റു 2 കപ്പലുകളായിരുന്നു സാവോ റഫേൽ. ഈ സാവോ റഫേലിൻ്റെ ക്യാപ്റ്റനായിരുന്നു പൗലോ ഡി ഗാമ. പിന്നെ അടുത്തൊരു കപ്പൽ സാവോ മിഗ്വേൽ. അപ്പോൾ സാവോ റഫേലിൻ്റെ ക്യാപ്റ്റൻ പൗലോ ഡി ഗാമ. ഈ പൗലോ ഡി ഗാമ വാസ്കോയുടെ ബ്രദർ ആയിരുന്നു. പിന്നെ സാവോ മിഗ്വേൽ, പിന്നെ സാവോ ഗബ്രിയേൽ, അങ്ങനെ 3 കപ്പലുകളിലായിട്ടായിരുന്നു പോർച്ചുഗീസ് നാവിക സംഘം ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. വ്യാപാര ആവശ്യങ്ങൾക്ക് പിറകെയായി തങ്ങളുടെ അധികാരമോഹം കൂടി ഇവർ പുറത്തെടുത്തു. തന്ത്രശാലികളായിട്ടുള്ള ഈ യൂറോപ്യന്മാർ ആദ്യം ചെയ്തത് ഇവിടെ അക്കാലത്തുണ്ടായിരുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന ഭരണാധികാരികളുടെ തർക്കങ്ങളിൽ ഇവർ ചെന്ന് ഇടപെടുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് പക്ഷം പിടിക്കുകയും പല ആൾക്കാരുടെ തർക്കങ്ങളിൽ ഇടപെട്ട് അവിടെ ഒരു മേലാളനായിട്ട് മാറുകയാണ് ഉണ്ടായത്. പതിയെ ഇവർ ഓരോ പ്രദേശങ്ങളിലായിട്ട് ആയുധ ശക്തിയുടെ കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്ന ഈ യൂറോപ്യന്മാർ, പോർച്ചുഗീസുകാർ ഓരോ പ്രദേശങ്ങളായിട്ട് കീഴടക്കാൻ തുടങ്ങി. തങ്ങളുടെ അധികാര പരിധി ഇങ്ങനെ വിശാലമാക്കി കൊണ്ടുവരാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ പോർച്ചുഗലിനേക്കാൾ വളരെയേറെ മുൻപന്തിയിൽ, ആയുധബലത്തിലും സാമ്പത്തിക ബലത്തിലും ഒക്കെ ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ബ്രിട്ടൻ. ബ്രിട്ടനിലെ ജെയിംസ് 1 രാജാവിൻ്റെ പ്രതിനിധികളായിട്ട് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് 1609 സർ തോമസ് റോ 1615 മുതൽ 1618 വരെയുള്ള കാലഘട്ടങ്ങളിലും അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൻ്റെ രാജസന്നിധിയിലേക്ക് എത്തി. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അന്നത്തെ ജെയിംസ് രാജാവിൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തുവിട്ട ഒരു സന്ദേശം കൂടി അവരുടെ കയ്യിലുണ്ടായിരുന്നു.
തങ്ങൾക്ക് വ്യാപാരം നടത്താനായിട്ട് ഒരു ഫാക്ടറി സ്ഥാപിക്കാനുള്ള ഒരു പ്രദേശം വിട്ടുതരാനായിട്ട് ജെയിംസ് ഒന്നാമൻ രാജാവിന്റെ സന്ദേശത്തിലുണ്ടായിരുന്നു. അങ്ങനെ ജഹാംഗീർ ചക്രവർത്തിയുടെ അനുവാദത്തോടു കൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ആദ്യ ഫാക്ടറി സൂറത്തിൽ സ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നവും ഫലഭൂയിഷ്ടിയുമുള്ള പ്രദേശവുമായിരുന്ന ബംഗാളിലായിരുന്നു ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ആധിപത്യം ഉറപ്പിച്ചത്. പക്ഷേ ബംഗാൾ ആയിരുന്നില്ല ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ആദ്യമായിട്ട് ലഭിച്ച ഒരു പ്രദേശം. അത് ബോംബെ ആയിരുന്നു. ബോംബെ എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലെ രാജാവായ ചാൾസ് രണ്ടാമൻ 1661 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം കഴിച്ചപ്പോൾ പോർച്ചുഗൽ രാജാവ് സ്ത്രീധനമായി കൊടുത്ത ഒരു പ്രദേശമായിരുന്നു ഈ പറയുന്ന ബോംബെ. അതിനുശേഷം ബംഗാളിൽ എങ്ങനെയാണ് ആധിപത്യം ഉറപ്പിച്ചത് നോക്കാം. മുഗൾ സാമ്രാജ്യത്തിന്റെ പതനത്തോടെ മറ്റു പ്രദേശങ്ങളെ പോലെ ബംഗാളും ഒരു സ്വതന്ത്ര രാജ്യമായി തീർന്നു. 1740 മുതൽ ബംഗാൾ നവാബായിരുന്ന ആലിവർദീൻ ഖാൻ 1756 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പൗത്രനായ സിറാജുദ്ദൗള നവാബായതിനു ശേഷം പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ സിറാജുദ്ദൗള നവാബായത് ഇദ്ദേഹത്തിന്റെ മാതൃ സഹോദരിയായ ചേഷ്തി ബീഗത്തിനും മറ്റൊരു മാതൃ സഹോദരിയുടെ പുത്രനായ ഷൗക്കത്ത് ജംഗിനും അത്ര ഇഷ്ടമായിട്ടില്ല. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഈ സിറാജുദ്ദൗള അധികാരത്തിലേറിയത് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. അധികാരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ കാത്തിരുന്ന ആൾക്കാർ, തക്കം പാർത്തിരുന്ന ആൾക്കാരായിരുന്ന ബ്രിട്ടീഷുകാർ പതിയെ ഈ ഒരു സാഹചര്യം മുതലെടുക്കാനായിട്ട് തുടങ്ങി. എങ്ങനെയാണെന്ന് നോക്കാം. 1756 അന്ന് ബംഗാളിൽ ഒരു സംഭവം നടന്നു. ആ സംഭവത്തിന്റെ പേരാണ് ഇരുട്ടറ ദുരന്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ട്രാജഡി. എന്താണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് ചോദിച്ചാൽ, അന്ന് ബംഗാളിൽ ഉണ്ടായിരുന്ന കുറച്ച് ബ്രിട്ടീഷുകാർ സിറാജുദ്ദൗളയുടെ നിർദ്ദേശം, അന്ന് ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയുടെ നിർദ്ദേശങ്ങൾ കൽക്കത്തയിലും ബംഗാളിലുള്ള മറ്റു പ്രദേശമായിട്ടുള്ള കാസിം ബസാറിലുമുള്ള ബ്രിട്ടീഷുകാർ ചെവിക്കൊള്ളാതായി. അദ്ദേഹം അവരുടെ താവളങ്ങൾ പിടിച്ചടക്കി. സിറാജുദ്ദൗള ഈ കൽക്കത്തയിലും കാസിം ബസാറിലുമുള്ള ബ്രിട്ടീഷുകാരുടെ താവളങ്ങൾ പിടിച്ചടക്കുകയും ഈ ബൃട്ടീഷുകാരെ തടവുകാരായിട്ട് പിടിക്കുകയും ചെയ്തു. ഇവരിൽ പലരെയും ജയിലിൽ അടച്ചു. അന്ന് ഇദ്ദേഹം ജയിലിൽ അടക്കുകയും വളരെ ഇരുണ്ട ഒരു റൂമായിരുന്നു ഇവരുടെ ഈ ഒരു സിറാജുദ്ദൗള ഇവരെ അടച്ച ഒരു ജയിൽ എന്ന് പറഞ്ഞാൽ. ആ ഇരുണ്ട റൂമിൽ പെട്ട് ശ്വാസം കിട്ടാതെ ഈ ബ്രിട്ടീഷുകാരിൽ പലരും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു സംഭവത്തിനെ പറയുന്ന പേരാണ് ഇരുട്ടറ ദുരന്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ട്രാജഡി. ഈ സംഭവം നടന്നത് 1756 ഇതിനു ശേഷമാണ് നമ്മുടെ ബംഗാളിലെ ഗവർണറായിരുന്ന റോബർട്ട് ക്ലൈവിന്റെ വരവ്. റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൗളയുമായിട്ട് 1757 പ്ലാസിയിൽ വെച്ച്, ബംഗാളിലെ മറ്റൊരു പ്രദേശമായിട്ടുള്ള പ്ലാസിയിൽ വെച്ച് ഒരു യുദ്ധം നടക്കുകയും ഈ പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗള കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സിറാജുദ്ദൗളയും പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയുടെ എതിരാളികളായിട്ട് നിന്നത് റോബർട്ട് ക്ലൈവ് ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് സേനയും ഈ ബ്രിട്ടീഷ് സേനയോടൊപ്പം ഈ സിറാജുദ്ദൗളയോട് കൂടെ ഉണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ അലിവർദീൻ ഖാൻ അധികാരം ഏൽപ്പിച്ച സിറാജുദ്ദൗളയെ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ആൾക്കാരും ഇത് കൂടാതെ തന്നെ സിറാജുദ്ദൗളയുടെ വിശ്വസ്തനായ സേനാനായകനായിരുന്ന മിർ ജാഫർ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഇദ്ദേഹവും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയുടെ ഫാമിലിയിൽ നിന്നുള്ള കുറച്ച് ഒറ്റുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാരും മിർ ജാഫറും എല്ലാം ചേർന്ന് ബ്രിട്ടീഷുകാർക്ക് കൂടെ നിന്നുകൊണ്ട് സിറാജുദ്ദൗളയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയും സിറാജുദ്ദൗള 1757 പ്ലാസി യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബറായിട്ട് ബംഗാളിലെ ആദ്യത്തെ ഗവർണറായിരുന്ന റോബർട്ട് ക്ലൈവിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ മുഗൾ സാമ്രാജ്യത്തിലെ ആദ്യ ചക്രവർത്തിയായിരുന്നു ബാബർ. ബാബർ ചക്രവർത്തി എന്ന് പറയുമ്പോൾ മുഗൾ സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ ഭരണത്തിന് അടിത്തറയിട്ട മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ, അദ്ദേഹത്തിന്റെ വരവോടുകൂടിയായിരുന്നു മഹത്തായ ഒരു മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ ആരംഭിച്ചത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യം പിന്നീട് ഏകദേശം ഒരു നല്ല 2.5 നൂറ്റാണ്ടോളം കാലം ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട ഒരു യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം. 1757 ഈ പ്ലാസി യുദ്ധം നടന്നിരുന്നത്. ആ പ്ലാസി യുദ്ധം നടക്കുന്ന സമയത്ത് ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന പേരിലും ഈ റോബർട്ട് ക്ലൈവ് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളിലേക്ക് വീണ്ടും വരാം. സിറാജുദ്ദൗള പ്ലാസി യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു 1757. തുടർന്ന്
മിർ ജാഫർ അവിടെ ഒറ്റുകാരനായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞല്ലോ, സിറാജുദ്ദൗളയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞല്ലോ. മിർ ജാഫർ എന്ന് പറഞ്ഞ ആ മനുഷ്യനെ പിടിച്ച് ബംഗാളിലെ നവാബാക്കി. അപ്പോൾ ക്രമേണ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണം എന്നുള്ള ഒരു വാക്കിൻ്റെയൊക്കെ പുറത്താണ് ഈ മിർ ജാഫറിനെ പിടിച്ച് റോബർട്ട് ക്ലൈവ് നവാബാക്കിയത്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ മിർ ജാഫറിന് കഴിയാതെ വന്നപ്പോൾ ഇദ്ദേഹത്തിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയാണ് ഉണ്ടായത്. ഇയാളെ അധികാരത്തിൽ നിന്നും എടുത്തു കളഞ്ഞു. അതിനുശേഷം ഈ മിർ ജാഫറിന്റെ മറ്റൊരു ബന്ധുവായ മിർ കാസിമിനെ ഈ ബംഗാളിലെ നവാബാക്കി പ്രഖ്യാപിച്ചു. നവാബാക്കി അവിടെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു റോബർട്ട് ക്ലൈവ്. പക്ഷേ ഈ മിർ ജാഫറിനെ പോലെയുള്ള ഒരാളെ ആയിരുന്നില്ല ഈ മിർ കാസിം. മിർ കാസിം എന്ന് പറഞ്ഞാൽ കുറച്ച് ആത്മാഭിമാനമുള്ള ഒരാളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ താളത്തിനൊത്ത് തുള്ളാൻ പോകുന്ന ഒരു ഡമ്മി നവാബായിട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടായിരുന്ന ഒരാളായിരുന്നില്ല മിർ കാസിം. ഇദ്ദേഹത്തിന് തൻ്റെതായിട്ടുള്ള ചില തീരുമാനങ്ങളും അത് നടപ്പാക്കാനുള്ള ഒരു ഇച്ഛാശക്തിയും ഒക്കെയുള്ള ഒരു നവാബായിരുന്നു മിർ കാസിം. തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത ഒരാളാണ് മിർ കാസിം എന്ന് മനസ്സിലാക്കിയ റോബർട്ട് ക്ലൈവ് ഇയാളെ വീണ്ടും സ്ഥാനഭ്രഷ്ടനാക്കുകയും അതിനുശേഷം പഴയ മിർ ജാഫറിനെ തന്നെ അധികാരത്തിൽ കൊണ്ടുവരികയുമാണ് ചെയ്തത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ബംഗാൾ നവാബായിരുന്നു മിർ ജാഫർ. റോബർട്ട് ക്ലൈവിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് നവാബ് മേക്കർ. നവാബ് മേക്കർ എന്ന് പറയുമ്പോൾ തൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ഇപ്പോൾ ഈ മിർ ജാഫറിനെയും മിർ കാസിമിനെയും പാവം തട്ടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി അധികാരത്തിൽ ഏൽപ്പിക്കുകയും അധികാരഭ്രഷ്ടരാക്കി മാറ്റുകയൊക്കെ ചെയ്ത ഈ റോബർട്ട് ക്ലൈവിനെ നവാബ് മേക്കർ എന്ന പേരിലും അറിയപ്പെടുന്നു. പിന്നെ ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മിർ കാസിമിനെ അധികാരഭ്രഷ്ടനാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അധികാരഭ്രഷ്ടനായിട്ടുള്ള മിർ കാസിം ബ്രിട്ടീഷുകാർക്കെതിരെ പടയൊരുക്കത്തിന് തയ്യാറായി. അന്ന് മിർ കാസിമിനോടൊപ്പം ചേർന്നത് ഔധിലെ, ഇന്ന് അയോധ്യ എന്നറിയപ്പെടുന്ന പ്രദേശം, ഔധിലെ നവാബും അതിനുശേഷം അന്നത്തെ മുഗൾ രാജാവായിരുന്ന ഷാ ആലം രണ്ടാമനുമായി ചേർന്ന് 1764 ബക്സാറിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി. പക്ഷേ ബക്സാർ യുദ്ധത്തിൽ വിജയം നേടിയത് ബ്രിട്ടീഷുകാർക്ക് തന്നെയായിരുന്നു. അതോടുകൂടി ഇന്ത്യയിൽ ഭരണത്തിന് നല്ല രീതിയിലുള്ള ഒരു അടിത്തറ പാകുവാനായിട്ട് ഈ ബക്സാർ യുദ്ധം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തുടക്കം കുറിച്ചത് 1757 നടന്ന പ്ലാസി യുദ്ധത്തോടു കൂടിയാണെന്ന് പറഞ്ഞു. പക്ഷേ 1764 നടന്ന ബക്സാർ യുദ്ധത്തോടു കൂടിയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ പാകി, അത് നല്ല രീതിയിൽ ഉറപ്പിച്ചു നിർത്തി. അത് പിന്നീട് അങ്ങോട്ട് ശക്തമായ രീതിയിൽ അധികാരത്തിന് വേണ്ടി ഒരു മുന്നോട്ട് പോക്കുണ്ടായത് ബക്സാർ യുദ്ധത്തിന് ശേഷമായിരുന്നു. അങ്ങനെ ഒരു സംഗതി ഉണ്ടായത്. അപ്പോൾ ഈ ബക്സാർ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർ എന്ന് പറയുമ്പോൾ ഒന്ന് മിർ കാസിം, ഔധിലെ നവാബ് ഷാ ആലം സെക്കൻഡ്, ഇവർ 3 പേരും ഒരു ഭാഗത്തും അതിന് എതിരായിട്ട് നിൽക്കുന്ന റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം മറുഭാഗത്തും 1764 ബക്സാറിൽ വെച്ച് ഏറ്റുമുട്ടി. ഇതിനു ശേഷമായിരുന്നു ഇവിടെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിടുന്നത്. ഈ അടിത്തറയിടുന്നതിന് അതിന് ശേഷം ഒരു സന്ധി ഉണ്ടായി. ആ സന്ധിയായിരുന്നു അലഹബാദ് സന്ധി ബക്സാർ യുദ്ധത്തോടനുബന്ധിച്ചുണ്ടായ ഒരു സന്ധിയായിരുന്നു അലഹബാദ്. റോബർട്ട് ക്ലൈവിന്റെ ഭരണ കാലഘട്ടത്തിലായിരുന്നു കർണാട്ടിക് യുദ്ധം നടന്നിരുന്നത്. പ്ലാസി യുദ്ധം നടന്നത് റോബർട്ട് ക്ലൈവിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. കർണാട്ടിക് യുദ്ധത്തിനെ തുടർന്നാണ് ഹീറോ ഓഫ് ആർക്കോട്ട് എന്ന ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്നത്. റോബർട്ട് ക്ലൈവ് ഹീറോ ഓഫ് ആർക്കോട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കർണാട്ടിക് യുദ്ധത്തിന് ശേഷമായിരുന്നു. പിന്നീട് വാൻഡിവാഷ് യുദ്ധം, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തങ്ങളിൽ തമിഴ്നാട്ടിലുള്ള ഒരു പ്രദേശമായിരുന്നു അന്ന് വാൻഡിവാഷ് യുദ്ധം നടന്നത്. ഈ റോബർട്ട് ക്ലൈവിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. ബ്രിട്ടീഷുകാർ രണ്ട് യൂറോപ്യൻ ശക്തികൾ തങ്ങളിൽ നടന്ന ശക്തമായ ഒരു ഏറ്റുമുട്ടലായിരുന്നു ഈ വാൻഡിവാഷ് യുദ്ധം. അന്ന് യൂറോപ്പിൽ നടന്നിരുന്ന സപ്തവത്സര യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധമാണ് ഈ വാൻഡിവാഷ് യുദ്ധം. വാൻഡിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഫ്രഞ്ചുകാരെ ഇവിടുന്ന് അടിച്ചോടിക്കുകയാണ് ചെയ്തത്. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ ഫ്രഞ്ചുകാരെ ഇവിടുന്ന് അടിച്ചോടിക്കുകയാണ് ചെയ്തത്. സ്വർഗീയനായ യോദ്ധാവ് എന്ന് വില്യം പിച്ച്, ബ്രിട്ടൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വില്യം പിച്ച് സ്വർഗീയനായ യോദ്ധാവ് എന്ന് വിളിച്ചത്
റോബർട്ട് ക്ലൈവിനെ ആയിരുന്നു. സ്വർഗീയനായ ദ ഹെവൻലി വാറിയർ എന്ന് വിളിച്ചത് റോബർട്ട് ക്ലൈവിനെ വിളിച്ചത് വില്യം പിറ്റ് ആയിരുന്നു. ആത്മഹത്യ ചെയ്ത് എത്രയൊക്കെ ചെയ്ത ധീരകൃത്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മരണം ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട്, ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ഒരു മരണമായിരുന്നു. ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണറായിരുന്നു റോബർട്ട് ക്ലൈവ്. ഇദ്ദേഹം പറഞ്ഞ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന ഒരു കോട്ട് പറഞ്ഞത് ഈ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ റോബർട്ട് ക്ലൈവിനെ പറ്റി നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സെഷനിൽ നമുക്ക് ഇത്രയുമാണ് പറയാനുള്ളത്. ഇനി ഗവർണർ ജനറൽസ് ഉണ്ട്, വൈസ്രോയിമാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അടുത്തത് വാറൻ ഹേസ്റ്റിങ്സിനെ പറ്റി, വെല്ലസ്ലി പറ്റിയൊക്കെ പറയാനുണ്ട്. അപ്പോൾ അവരുടെ ഭരണ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. യൂറോപ്യൻ ശക്തികൾ യാത്ര തുടങ്ങി. ഇതിനെ തുടർന്ന് 1498 ഇംഗ്ലണ്ടിൽ 1498 ഇന്ത്യയിൽ ആദ്യമായിട്ടെത്തിയ വിദേശികൾ പോർച്ചുഗീസുകാർ. 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങി. 3 കപ്പലുകളിലായിട്ട് എത്തിച്ചേർന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ വന്നു. ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവിൻ്റെ പ്രതിനിധികളായി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് 1609 സർ തോമസ് റോ 1615 1618 മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിൻ്റെ അനുവാദപത്രത്തിനായി എത്തി. സൂററ്റിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചു. പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിന് സ്ത്രീധനമായിട്ട് കൊടുത്ത ഒരു പ്രദേശമായിരുന്നു ബോംബെ. പക്ഷേ അതിനു ശേഷം ബംഗാളായിരുന്നു ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ അധികാരത്തിലേറിയ ഒരു പ്രദേശം. ബംഗാളിലെ അലിവർദ്ദീൻ ഖാൻ്റെ പൗത്രനായ സിറാജുദ്ദൗള, സിറാജുദ്ദൗളയുടെ കാലഘട്ടത്തിലായിരുന്നു ഇരുട്ടറ ദുരന്തം. അന്ന് ബംഗാളിലുണ്ടായിരുന്ന ചില ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കുറച്ച് ബ്രിട്ടീഷുകാരെ പിടികൂടി ജയിലിലിടുകയും ആ ജയിലിൽ വളരെയേറെ ഇരുണ്ട ആ ഒരു റൂമിൽ കുറച്ച് പേർ ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്തു. 1756 ഈ സംഭവം ഉണ്ടായത്. അതിനെ തുടർന്ന് പ്ലാസിയിൽ വെച്ച് നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. 1757 പ്ലാസി യുദ്ധം. അന്ന് ബംഗാളിലെ ഗവർണറായിരുന്ന റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് സൈന്യത്തിനെ നയിച്ചു. പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിനോടൊപ്പം ഉണ്ടായിരുന്നത് സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർ ജാഫറും കൂടി ചേർന്ന് സിറാജുദ്ദൗളയെ ഒറ്റുകൊടുക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് 1757 ഈ പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗള കൊല്ലപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. പിന്നെ ഈ പ്ലാസി യുദ്ധത്തിന് ശേഷം മിർ ജാഫറിനെ നവാബായിട്ട് വാഴിച്ചു. പക്ഷേ ഈ മിർ ജാഫറിന് ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് പതിയെ അതിന് കഴിയാത്തൊരവസ്ഥ വന്നു. തുടർന്ന് മിർ കാസിം, ഈ മിർ ജാഫറിൻ്റെ തന്നെ ഒരു ബന്ധുവായിരുന്ന മിർ കാസിമിനെ അധികാരത്തിലേറ്റി. പക്ഷേ മിർ കാസിം ഒരിക്കലും ബ്രിട്ടീഷുകാരുടെ ആ ഒരു ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നില്ല. ഇങ്ങനെ ഈ മിർ ജാഫർ, മിർ കാസിം തുടങ്ങിയ ആൾക്കാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് അധികാരത്തിലേൽപ്പി പാവകളെ പോലെ അധികാരം മാറ്റുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പേരിൽ ഈ റോബർട്ട് ക്ലൈവിനെ നവാബ് മേക്കർ എന്നറിയപ്പെട്ടു. അവസാനം മിർ കാസിമിനെ അധികാരഭ്രഷ്ടനാക്കി വീണ്ടും പഴയ മിർ ജാഫറിനെ തന്നെ കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നീട് ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്ന റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അതിനുശേഷം ബക്സാർ യുദ്ധം ഉണ്ടായി. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ മിർ കാസിമും ഔത്തിലെ നവാബും ഷാ ആലം സെക്കൻഡ്, ഈ ഷാ ആലം സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിയായിരുന്നു ഷാ ആലം സെക്കൻഡ്. അപ്പോൾ ഇവർ 3 പേരും കൂടി ചേർന്നുകൊണ്ട് ഒരു സഖ്യമുണ്ടാക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ ബക്സാറിൽ വെച്ചൊരു യുദ്ധമുണ്ടായി. 1764 ബക്സാർ യുദ്ധം. പക്ഷേ ഇതിൽ ഇവർ പരാജിതനായി. ബ്രിട്ടീഷുകാർ അതിൽ വിജയിക്കുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമായിരുന്നു ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധത്തിനെ തുടർന്നുണ്ടായ സന്ധിയായിരുന്നു അലഹബാദ് സന്ധി. കർണാട്ടിക് പ്ലാസി യുദ്ധങ്ങൾ ഈ റോബർട്ട് ക്ലൈവിൻ്റെ കാലഘട്ടത്തിലുണ്ടായ നമ്മൾ പറഞ്ഞതാണ്. കർണാട്ടിക് യുദ്ധത്തിനെ തുടർന്ന് ഹീറോ ഓഫ് ആർക്കോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. വാൻഡിവാഷ് യുദ്ധം യൂറോപ്പിൽ നടന്ന സപ്തവത്സര യുദ്ധങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഇന്ത്യയിൽ നടന്ന യുദ്ധമായിരുന്നു വാൻഡിവാഷ് യുദ്ധം. ഇംഗ്ലണ്ടും ഫ്രാൻസും തങ്ങളിൽ നടന്ന യുദ്ധം ആയിരുന്നു. ഇതിനെ തുടർന്ന് ഫ്രഞ്ചുകാർ പരാജിതരായി ഇന്ത്യയിൽ നിന്നും വിട്ടുപോകേണ്ട ഒരു അവസ്ഥ വിശേഷം വന്നു ചേരുകയുണ്ടായി. സ്വർഗീയനായ യോദ്ധാവ് എന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വില്യം പിറ്റ് വിശേഷിപ്പിച്ചത് റോബർട്ട് ക്ലൈവിനെ ആയിരുന്നു. ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണറായിരുന്നു റോബർട്ട് ക്ലൈവ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടായിരുന്നു, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സെഷൻ കണ്ട് ഇതിൽ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടവരോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഈ ഒരു നോട്ട്സ്
എഴുതി തന്നെ പഠിക്കാനായിട്ട് നോക്കുക. വർഷങ്ങളൊക്കെ പല ഇടങ്ങളിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വർഷങ്ങൾ. ഇപ്പോൾ 1756 1764 എന്ത് നടന്നു, ഏത് യുദ്ധമാണ്, ഏത് സന്ധിയാണ്, ഇപ്പോൾ അലഹബാദ് സന്ധി എവിടാണ്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ നവാബുമാരെ, മിർ ജാഫർ, മിർ കാസിം, ഇതൊക്കെ ചില ആൾക്കാരൊക്കെ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്ന പേരുകളൊക്കെ ആയിരിക്കും. ഓക്കെ, എന്തായാലും നോട്ട്സ് എഴുതി തന്നെ പഠിക്കാൻ നോക്കുക. പഠിച്ചതിന് ശേഷം നന്നായിട്ട് കൂടുതൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക. അടുത്ത പുതിയൊരു സെഷനിൽ പുതിയ ഗവർണർ ജനറൽമാർ ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും ഉടനെ തന്നെ കാണാം. കണ്ടതിന് നന്ദി. താങ്ക് യു.